ഓഗസ്റ്റ് മാസത്തിലെ റിലീസുകളുടെ വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി. ഓൾറെഡി കുറേ സിനിമകളും സീരീസുകളൊക്കെ 1-ാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് 6-ാം തീയതി വെഡ്നെസ്ഡേയുടെ പാർട്ട് 2 അല്ലെങ്കിൽ സീസൺ 2 പുറത്തിറങ്ങുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. ഇതേ ദിവസം തന്നെ ആമസോൺ പ്രൈമിലൂടെ ദി പിക്കപ്പ് എന്ന് പറയുന്ന ഒരു ചിത്രം കൂടി പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ ഔട്ട്ലാൻഡർ എന്ന സീരീസിന്റെ സ്പിൻ ഓഫ് ആയ അല്ലെങ്കിൽ ഒരു പ്രീക്വലായ ബ്ലഡ് ഓഫ് മൈ ബ്ലഡ് എന്ന് പറഞ്ഞൊരു സീരീസും കൂടി ഓഗസ്റ്റ് 8-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതേ ദിവസം തന്നെ ഇറങ്ങുന്ന വെപ്പൺസ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഇതാണ് ആ വീക്കിൽ എനിക്ക് ആകെ കാണാൻ ഒരു ആഗ്രഹമുള്ള ഒരു പടം എന്ന് പറയാം. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഇതിന്റെ ട്രെയിലർ അടിപൊളിയായിരുന്നു. ഒരു ഹൊററാണ്, നോർമൽ ഹൊററല്ല. എന്താണെന്നുള്ളത് നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്കും. ഒരു വെറൈറ്റി ഹൊററാണ്. നമ്മൾ ജോർഡൻ പേലയുടെ ഒക്കെ പടങ്ങളില്ലേ, ഇപ്പോൾ ഗെറ്റ് ഔട്ടോ അസൊക്കെ പോലത്തെ ഉള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേക്കാണെന്ന് തോന്നുന്നു. സോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രെയിലർ ആയിരുന്നു ഈ ഒരു വെപ്പൺസിൻ്റെ. ഇതാണ് ഈ വീക്കിൽ ആകെ വലിയ വേറെ റിലീസുകളൊന്നുമില്ല. ദെൻ 12-ാം തീയതി ഏലിയൻ എർത്ത് എന്ന് പറഞ്ഞ സീരീസ് പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ഏലിയൻ ഫ്രാഞ്ചൈസിലെ അടുത്ത സീരീസാണ്. ഓൾറെഡി അറിയാം ഈ ഒരു ഫ്രാഞ്ചൈസ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഡേറ്റർ സിനിമകളായിട്ട് വല്ല കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു പക്ഷേ ഈ സിനിമയിൽ കാണിക്കും. കാരണം പ്രഡേറ്ററിൻ്റെ അടുത്ത് വരാനിരിക്കുന്ന പ്രഡേറ്റർ ബാറ്റ്ലാൻഡ്സ് അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ഒരു ആനിമേറ്റഡ് സീക്വൽ പോലെ അല്ലെങ്കിൽ പ്രീക്വൽ പോലൊരു സാധനം നമ്മൾ കണ്ടു, ഒരു സ്പിൻ ഓഫ് പോലത്തെ. അത് കിഡിലിനായിരുന്നു, കില്ലർ ഓഫ് കില്ലേഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇനി വരാനിരിക്കുന്ന ബാറ്റ്ലാൻഡ്സിൽ ഈ ഒരു ഏലിയൻ ആയിട്ടുള്ള കണക്ഷൻ അതിന് ട്രെയിലറിൽ പല സമയത്തും കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഏലിയൻ വേഴ്സസ് പ്രഡേറ്റർ, അതിൻ്റെ ഏലിയൻ വേഴ്സസ് പ്രഡേറ്റർ റിക്വയം എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർ മൂവീസിലൊക്കെ ഇടയ്ക്ക് വരാറുള്ള പടം. സോ ആ ഒരു കണക്ഷനോടെ ഇനിയും ഒരു ഏലിയൻ വേഴ്സസ് പ്രഡേറ്റർ പടം വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഒരു പക്ഷേ ഇനി വരാനിരിക്കുന്ന സിനിമകളിലൊക്കെ തന്നെ കാണിക്കും. സോ ഒരു സൈഡിൽ കൂടെ പ്രഡേറ്റർ ഫ്രാഞ്ചൈസ് അടിപൊളിയായിട്ട് പോകുമ്പോൾ ഏലിയൻ ഫ്രാഞ്ചൈസിന് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാം. ഏലിയൻ എർത്ത്, ഏലിയൻ റോമിലെ സിനിമ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. കിഡിലിനായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ്. ഒരു പക്ഷേ OTT കണ്ടപ്പോൾ ചിലപ്പോൾ അത്ര എഫക്റ്റൊന്നും ചിലവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് അതിൻ്റെ പീക്കായിരുന്നു. അതുപോലത്തെ നല്ലൊരു സീരീസ് ആവട്ടെ എന്ന് നോക്കാം ഏലിയൻ എർത്ത്. ദെൻ 14-ാം തീയതിയാണ് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഫിലിമായ കൂലി പുറത്തിറങ്ങുന്നത്. നോട്ട് ജസ്റ്റ് എ തമിഴ് ഫിലിം, ഒരു പാൻ ഇന്ത്യൻ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയാണ് പാൻ ഇന്ത്യൻ. വെറുതെ ആക്ടേഴ്സിനെ കൊണ്ടുവയ്ക്കാതെ ഒരു നമുക്കറിയാം അവരെ ക്യാരക്ടറായിട്ട് ക്യാമിയോ ആയിട്ട് വയ്ക്കാതെ ക്യാരക്ടറായിട്ട് കൊണ്ടുവയ്ക്കുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മൂവി ഇൻ ഇന്ത്യ ഇൻ ദിസ് ഇയർ. സോ ഇന്ത്യ മൊത്തം സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നൊരു പടം. ഇതേ ദിവസം തന്നെ ഇതിൻ്റെ കൂടെ ക്ലാഷ് ആയിട്ട് വാർ 2 കൂടി പുറത്തിറങ്ങുന്നുണ്ട്. സോ രണ്ടും നോർത്തിൽ ഫുൾ അതും സൗത്തിൽ ഫുൾ ഇതൊക്കെ ആയിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഈ ഒരു ക്ലാഷ് എന്ന് പറഞ്ഞാലും രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള പടങ്ങളാണ്. അതൊരു പക്ക ഒരു ഫ്രാഞ്ചൈസിൽ അടങ്ങുന്ന സ്ഥിരം ടെംപ്ലേറ്റ് പടം തന്നെ ആയിരിക്കും എന്നുള്ളത് ട്രെയിലറൊക്കെ പ്രോമിസ് ചെയ്തു. പക്ഷെ കൂലി അങ്ങനെയല്ല. വൺസ് ഇൻ എ ലൈഫ് ടൈം നമുക്ക് കിട്ടുന്നൊരു സാധനമാണ്. ലോകേഷ് പ്ലസ് രജനി കോംബോയിൽ വരുന്ന ഒരു അഡൾട്ടറേറ്റഡ് അല്ലെങ്കിൽ എ റേറ്റഡ് ഹൈ വയലൻസ് എന്ന് പറഞ്ഞാൽ ഒരു 18+ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഹൈപ്പ് ചെറുതൊന്നുമല്ല. പക്ഷേ ഇതിനു മുമ്പ് പുറത്തിറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രമായ ലിയാൻ്റെ അത്ര ഹൈപ്പ് ഈ ഒരു പടത്തിനില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ റിലീസാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പടം എങ്ങനെയാണെങ്കിലും കൊളുത്തിയാൽ പിന്നെ അതിന് കയറിപ്പോവും. സോ അങ്ങനെയാണെങ്കിൽ വാർ 2 ഒന്നുമില്ല. സോ നമുക്ക് നോക്കാം. ദെൻ 15-ാം തീയതി നോബഡി 2 പുറത്തിറങ്ങുന്നുണ്ട്. പക്ഷേ 15-ാം തീയതി ആണോ അത് കഴിഞ്ഞിട്ടുള്ള വീക്കിലാണോ 22-ാം തീയതി ആണോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല. ഇന്ത്യയിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ നോബഡി 1 അടിപൊളിയായിരുന്നു. നമ്മൾ പെട്ടെന്നൊരു സർപ്രൈസ് ഹിറ്റായിരുന്നു പറയും. അങ്ങനെ ഒരു പടം നമ്മൾ പ്രതീക്ഷിച്ചതല്ല. ഒരു സാധാരണ ഒരു നോർമൽ യൂഷ്വൽ ആക്ഷൻ ഫ്ലിക്കാണെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റം ആയിരുന്നു. നമ്മൾ പലരും ജോൺ വിക്കൊക്കെ ആയിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞൊരു പടമാണ്. അത്രയ്ക്കില്ലെങ്കിലും ഇത് വേറെ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു കാറ്റഗറിയിൽ ഒരു ജോണറിൽ പോകുന്നൊരു പടമാണെന്ന് പറയാം. അപ്പോൾ നോബഡിയുടെ സെക്കൻഡ് പാർട്ട് ഈ മാസം തന്നെ പുറത്തിറങ്ങുന്നുണ്ട്. ദെൻ പീസ് മേക്കറിൻ്റെ സീസൺ 2 21-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട് HBO-യിലൂടെ. പിന്നെ സീസൺ 1 അടിപൊളിയായിട്ട്. സീസൺ 2 ജെയിംസ് ഗൺ തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓൾറെഡി മൂപ്പറുടെ സൂപ്പർമാൻ പടം നമ്മളിപ്പോൾ കണ്ടതാണ്. സോ ഇതിൻ്റെ പ്രത്യേകത ഈ പീസ് മേക്കർ എന്ന ഈ മറ്റുള്ള എല്ലാ DCUവിലെ ക്യാരക്ടേഴ്സൊക്കെ തന്നെ പോയി അല്ലെങ്കിൽ ആ കാസ്റ്റിനൊക്കെ തന്നെ ഫുള്ളായിട്ട് റീകാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജോൺ സീനയുടെ ഈ പീസ് മേക്കർ ഈ ഒരു യൂണിവേഴ്സിലുണ്ട്. സോ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പ്ലോട്ട് ലൈനും ഇതിൽ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഒരു പക്ഷേ ഇനി വരുന്ന ഈ ഒരു ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിൽ ഡയറക്റ്റായിട്ട് ലിങ്ക് ഉണ്ടാവും അല്ലെങ്കിൽ കണക്ഷൻ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ പീസ് മേക്കർ സീസൺ 2 കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഫസ്റ്റ് സീസൺ ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റായിട്ട് പോയതാണ്. അതേപോലെ തന്നെ ഒരു ക്വാളിറ്റി ഉള്ള ഐറ്റായിരിക്കും പ്രതീക്ഷിക്കാം. ദെൻ ഇൻവേഷൻ്റെ സീസൺ 3 22-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ TV+ലൂടെ പുറത്തിറങ്ങുന്ന ഒരു സീരീസാണ്. ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്, സെക്കൻഡും ഞാൻ കണ്ടിട്ടില്ല. എന്താ അവസ്ഥ എന്നുള്ളൊരു കണ്ടവരുണ്ടെങ്കിൽ പറയാം സീസൺ 2 ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ദെൻ പർദ എന്ന് പറഞ്ഞൊരു ചിത്രം, മലയാള ചിത്രം 22-ാം തീയതി പുറത്തിറങ്ങുന്നുണ്ട്. ഇത് കൂടാതെ ഓണം റിലീസുകളിൽ ആദ്യം ഹൃദയപൂർവ്വമാണ് 28-ാം തീയതി. സോ ലാലേട്ടൻ സത്യരാധികാട് കോമ്പോ എന്ന് പറയുമ്പോൾ ആ ഒരു പഴയ കോമ്പോ ഒരു ഓണത്തിന് പറ്റിയൊരു പടം എന്ന രീതിയിലായിരിക്കും ഈ ഒരു പടം. നമുക്ക് പക്കാ പറയില്ല, നമ്മൾ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ തന്നെ ആ ഒരു വെക്കേഷൻ ടൈമിൽ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ രീതിയിലുള്ള
ഒരു നല്ലൊരു പടമാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇതേ ദിവസം തന്നെ മലയാള ചിത്രങ്ങൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. 29-ാം തീയതി ലോക എന്ന് പടവും, ഇതേ ദിവസം തന്നെ ഓടും കുതിര ചാടും കുതിര, ദെൻ മെയിനെ പ്യാർ കിയ എന്നീ ചിത്രങ്ങളൊക്കെ തന്നെ ഓണം റിലീസായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ പ്രത്യേകത ഒരു സ്പെസിഫിക് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് വരുന്ന പടങ്ങളല്ല, എല്ലാവർക്കും ബ്രോഡായിട്ട് കാണാൻ പറ്റുന്ന പടങ്ങളാണ്. സോ എല്ലാ പടങ്ങളും എല്ലാവരും കണ്ടുവെക്കുമെന്ന് പറയുന്നു. സോ ഓണത്തിന് ഇത്രയും പടങ്ങൾ, ഇത് കൂടാതെ ഈ ഓഗസ്റ്റ് റിലീസുകളിൽ പറഞ്ഞ സിനിമകളും സീരീസുകളും വെച്ച് തന്നെ നിങ്ങളേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏത് സീരീസ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.